നമസ്കാരം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ മറുപടി നൽകി. കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. राज्यसभा में करीब 13-14 घंटे तक 50 से अधिक मान्य सदस्यों ने अपने विचार रखे, बहुमूल्य विचार रखे, अनेक पहलुओं पर विचार रखे और इसलिए मैं सभी आदरणीय सदस्यों का हृदयपूर्वक आभार भी व्यक्त करता हूं इस चर्चा को समृद्ध बनाने के लिए। अच्छा होता कि राष्ट्रपति जी का भाषण सुनने के लिए भी सब होते तो लोकतंत्र की गरिमा और बढ़ जाती और हम सबको कभी गीला शिकवा न रहता कि हमने राष्ट्रपति जी का भाषण सुना नहीं था। लेकिन राष्ट्रपति जी के भाषण की ताकत इतनी थी कि न सुनने के बावजूद भी बहुत कुछ बोल पाए। ये अपने आप में उस भाषण की ताकत थी, उन विचारों की ताकत थी, उन आदर्शों की ताकत थी कि जिसके कारण न सुनने के बाद भी बात पहुंच गई और इसलिए मैं समझता हूं इस भाषण का मूल्य अनेक गुना है। आदरणीय सभापति जी, जैसे मैंने कहा, अनेक चुनौतियों के बीच राष्ट्रपति जी का इस दशक का प्रथम भाषण हुआ। കർഷക സമരം അവസാനിപ്പിക്കാൻ നിരവധി ശ്രമങ്ങളാണ് കേന്ദ്രം നടത്തിയത്. കർഷകരുമായി കൃഷിമന്ത്രി നിരവധി തവണ ചർച്ച നടത്തിയിരുന്നു. ഫസൽ ബീമ യോജനയിലൂടെ 90,000 കോടി രൂപ വിതരണം ചെയ്തു. പിഎം ഗ്രാം സഡക് യോജന, കിസാൻ ട്രെയിൽ, കിസാൻ ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ പദ്ധതികൾ കർഷകർക്ക് പ്രയോജനം ചെയ്തു. കാർഷിക നിയമങ്ങളെ ശരത് പവാറും ദേവഗൌഡയും സ്വാഗതം ചെയ്തിരുന്നു. കർഷകരുമായി കേന്ദ്രം വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സമരം അവസാനിപ്പിക്കാൻ സംഘടനകൾ തയ്യാറാകണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് വാക്സിനേഷൻ യജ്ഞത്തിലാണ് ഇന്ത്യ. മഹാമാരി കാലത്ത് 150 രാജ്യങ്ങൾക്ക് ഇന്ത്യ അവശ്യമരുന്നുകൾ നൽകി. പോളിയോ ഇല്ലാതാക്കാൻ ഇന്ത്യയ്ക്കായി. കൊറോണയ്ക്കെതിരെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒന്നിച്ച് പ്രവർത്തിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിച്ച പ്രതിപക്ഷ നടപടി ശരിയല്ല. കോവിഡിനെതിരായ വിജയം രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇന്ത്യയുടെ ദേശീയത സത്യം ശിവം സുന്ദരം എന്ന വാചകത്തിൽ അടങ്ങിയിരിക്കുന്നതായും പ്രധാനമന്ത്രി രാജ്യസഭയിൽ അറിയിച്ചു. സൈനിക ഉപകരണങ്ങളുടെ പൂർണ്ണ തദ്ദേശീയവൽക്കരണത്തിനാണ് ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. റഫേൽ കരാറിന്റെ ഭാഗമായി ഇതുവരെ 11 യുദ്ധവിമാനങ്ങൾ രാജ്യത്തെത്തിയതായി രാജ്നാഥ് സിംഗ് രാജ്യസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. जो ये इंडक्शन हुआ है अंबाला में रफेल का, उसके संबंध में मैं कहना चाहूंगा कि फ्रांस का भी एक बहुत बड़ा डेलीगेशन आया था जिसमें स्वयं डिफेंस मिनिस्टर वहां की उसको लीड कर रही थी और यहां से मैं था और मेरे द्वारा ही वह हैंडिंग ओवर सेरेमनी वहां पर हुई थी। और रिसोर्सेज का जहां तक प्रश्न है, इस संबंध में बतलाना चाहूंगा कि राष्ट्रीय महत्व के यह जो आयोजन हुआ है, इसमें पब्लिक फंड के माध्यम से लोकल कोड हेड 786/25 के प्रोविजन के മാർച്ച് മാസത്തോടെ 17 റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി ഇന്ത്യയിലെത്തും. 2022 ഏപ്രിലോടെ കരാർ അനുസരിച്ച് ബാക്കിയുള്ള റഫേൽ യുദ്ധവിമാനങ്ങളും ഇന്ത്യയിലെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. കാർഷിക വിള കത്തിക്കൽ എല്ലാ വർഷവും ദില്ലിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. പ്രശ്നപരിഹാരത്തിനായി കോടികൾ 40,000 യന്ത്രങ്ങൾ നൽകിയെങ്കിലും സംസ്ഥാനങ്ങൾ അവ ഉപയോഗക്ഷമമാക്കിയിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. जो एनकैप कार्यक्रम है वो 100 से ज्यादा शहरों में 122 शहरों में लागू होगा और उसमें सिटी स्पेसिफिक ऐसे पोल्यूशन के कारण देखकर उसके अनुसार योजना बनाई जाएगी और बन रही है। इसमें किसी शहर में इंडस्ट्री ज्यादा होती है, किसी शहर में ट्रैफिक ज्यादा होती है, किसी शहर में वेस्ट प्रबंधन ठीक नहीं होता है, किसी जगह बायोमास बर्निंग होता है। तो जो अनेक कारण है प्रदूषण के, उसका मैपिंग हर शहर का अलग होता है और इसलिए हर शहर का एयर क्वालिटी इंडेक्स भी अलग होता है। और जहां तक मीटरोलॉजी की बात करें,
ഉത്തരാഖണ്ഡിൽ മഞ്ഞുമലയിടിഞ്ഞ് 14 പേർ മരിച്ചു. 150ഓളം പേരെ കാണാതായതായും 25 പേരെ രക്ഷപ്പെടുത്തിയതായും ഉത്തരാഖണ്ഡ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജോഷിമഠിന് സമീപത്തെ മഞ്ഞുമലയിടിഞ്ഞതിനെ തുടർന്ന് തപോവൻ മേഖലയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ നിർമ്മാണത്തിലിരുന്ന ജലവൈദ്യുത പദ്ധതി ഭാഗികമായി തകർന്നു. ധോലിഗംഗ നദീതീരത്തെ കെട്ടിടങ്ങൾ ഒലിച്ചുപോയി. 5 പാലങ്ങളും ഭാഗികമായി തകർന്നു. തപോവൻ ഡാമിന് സമീപത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ടണലിൽ 20ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നതായി ITBP ഡയറക്ടർ ജനറൽ SS ദേശ്വാൾ പറഞ്ഞു. 100ഓളം തൊഴിലാളികൾ നിർമ്മാണ സ്ഥലത്തുണ്ടായിരുന്നതായാണ് വിവരം. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും ITBPയും SSBയും വിവിധ സൈനിക വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സംഭവത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഗാധ ദുഃഖം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരമായി സ്ഥിതി വിലയിരുത്തി. മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്തുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും ആശയവിനിമയം നടത്തിയ പ്രധാനമന്ത്രി ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും എത്തിക്കാൻ നിർദ്ദേശം നൽകി. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാ സഹായവും സംസ്ഥാനത്തിന് വാഗ്ദാനം ചെയ്തു. ഉത്തരാഖണ്ഡിലെ ഹിമപാത ദുരന്തത്തിൽ ലോകനേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. ദുരന്തത്തിനിരയായവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുന്നതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ട്വിറ്ററിൽ കുറിച്ചു. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്, നേപ്പാൾ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളും ദുരന്തത്തിൽ അഗാധ ദുഃഖം അറിയിച്ചു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്കിൽ വർധന 97.19% നിലവിലെ രോഗമുക്തി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 11,904 പേർ കോവിഡ് മുക്തരായി. 1,48,609 പേരാണ് നിലവിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്നത്. മരണനിരക്ക് 1.43% കുറഞ്ഞിട്ടുണ്ട്. കാർഷിക സമരത്തിന്റെ മറവിൽ രാജ്യത്തെ തകർക്കാനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയ്ക്ക് പ്രതിപക്ഷം കൂട്ടുനിൽക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിടുന്ന നിയമത്തെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കാതെ രാജ്യത്തെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമമാണ് സമരങ്ങൾക്ക് പിന്നിൽ. വിവിധ സന്നദ്ധ സംഘടനകളെയും സമൂഹമാധ്യമങ്ങളെയും സെലിബ്രിറ്റികളെയും ഇതിനായി ഉപയോഗിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കർഷക സമരത്തിന്റെ ഇപ്പോ പല വിവരങ്ങളും സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ കർഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ സമരത്തിൽ പങ്കാളികളാക്കി എന്നതിനുള്ള നിരവധി വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി കർഷകർ തെറ്റിദ്ധരിക്കപ്പെട്ട് ആ സമരത്തിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള വിവരങ്ങൾ. ആ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഒന്നും അറിയാത്ത ആളുകൾ. അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. എഥനോൾ, മെഥനോൾ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങളും പ്രയോജനപ്പെടുത്താമെന്ന് അദ്ദേഹം പറഞ്ഞു. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഇലക്ട്രോണിക് വാഹനം ഉപയോഗിക്കാൻ തീരുമാനിച്ചതായും ഗഡ്കരി അറിയിച്ചു. നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ 300 ബസ്സുകൾ ബയോ CNG ആക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. അടുത്ത 2 വർഷത്തിനുള്ളിൽ നാഗ്പൂർ നഗരത്തെ അന്തരീക്ഷ മലിനീകരണ മുക്തമാക്കി മാറ്റാനാകുമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിൽ മോചിതയായ അമ്മമക്കൾ മുന്നേറ്റ കഴകം നേതാവ് VK ശശികല ഇന്ന് ചെന്നൈയിലെത്തും. അഴിമതി കേസിൽ ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയ ശശികലയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് കർണാടകയിൽ ചികിത്സയിലായിരുന്നു. ശശികല സംസ്ഥാനത്തെത്തുന്നതിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. തമിഴ്നാട് കർണാടക അതിർത്തിയിൽ മാത്രം 1,500ഓളം പോലീസുകാരെ വിന്യസിച്ചു. ബംഗളൂരു മുതൽ ചെന്നൈ വരെ 32ഓളം ഇടങ്ങളിൽ സ്വീകരണ പരിപാടികൾ പാർട്ടി ഒരുക്കിയിട്ടുണ്ട്. കോവിഡ് വാക്സിൻ വന്നു കഴിഞ്ഞുവെങ്കിലും ജാഗ്രത കൈവെടിയരുത്. കോവിഡ് പോരാട്ടത്തിൽ കാണിച്ച അതേ ശുഷ്കാന്തി കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നതിലും തുടരുക. മാസ്ക് ധരിക്കുക, കൈകഴുകൽ ശീലമാക്കുക. കൊറോണ വൈറസിനെ തുടച്ചു നീക്കും വരെ ഈ ജാഗ്രത നമുക്ക് തുടരാം. വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ദൂരദർശൻ വാർത്തകൾ കേരള DD ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ തത്സമയം ലഭ്യമാണ്. വിശദമായ വാർത്തകൾ ഇനി 1 മണിക്ക് കാണാം. നമസ്കാരം.